നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മെമ്മറീനെ കുറിച്ചിട്ടാണ്. ഇവിടെ കണ്ടോ, മെമ്മറീൻ്റെ ഹയറാർക്കി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതിൽ കണ്ടോ, രജിസ്റ്റർ, ക്യാഷ്, മെയിൻ മെമ്മറി, മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്. ഇതിനൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മെമ്മറീനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈസും അതിൻ്റെ സ്പീഡും പിന്നെ അത്തരം ഒരുപാട് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഈ മെമ്മറീനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കുറച്ച് നമുക്ക് സ്റ്റോറേജ് ഏരിയാസ് ഉണ്ട്. മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ കറണ്ട് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു താൽക്കാലികമായിട്ടൊരു നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഏരിയ, അതാണ് എന്ത് പറയുന്നത്, മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അപ്പോൾ ഈ ഹയറാർക്കി എങ്ങനെയാണ് അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് നോക്കാം. ഇവിടെ കണ്ടോ, അതിൻ്റെ സൈസിൻ്റെ ഒരു മെഷർമെൻറ്റ് കണ്ടോ. അപ്പോൾ ഈ സൈസിൽ നോക്കുക, ഇവിടെയാണ് നമ്മൾ ടോപ്പിലോട്ട് എത്തുന്നിടത്തോളം സ്മാളർ സൈസാണ്, ഇങ്ങോട്ട് പോകുന്നിടത്തോളം അതിൻ്റെ സൈസ് കൂടുതലാണ്. അതായത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റോറേജ് ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്റ്റോറേജ് ലൊക്കേഷൻസാണ്, സ്റ്റോറേജ് ഏരിയാസാണ്. ആൻഡ് ക്യാഷ് എന്ന് പറയുമ്പോൾ രജിസ്റ്റേഴ്സിനേക്കാളും കുറച്ചും കൂടെ വലിയ, കുറച്ചും കൂടെ ഉൾക്കൊള്ളുന്ന സ്റ്റോറേജ് ഏരിയയാണ്. മെയിൻ മെമ്മറി എന്ന് പറയുമ്പോൾ അതിനേക്കാളും. മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുമ്പോൾ സൈസ് വീണ്ടും കൂടും, മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുമ്പോൾ വീണ്ടും സൈസ് കൂടും. ഇനി അടുത്ത ഇത് പറയുന്നത് ആക്സസ് ആണ്. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുമോ, അതോ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആക്സസിങ് എങ്ങനെ വരും. അതായത് നമ്മുടെ പ്രൊസസ്സർ ആക്സസ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ രജിസ്റ്റേഴ്സിന് എപ്പോഴും ആവശ്യമുണ്ടായിരിക്കും. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ പ്രൊസസ്സർ ഈ രജിസ്റ്ററുമായിട്ട് രജിസ്റ്ററിനെ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനേക്കാളും കുറച്ചും കൂടെ ഒരു കുറവായിരിക്കും ക്യാഷിനെ ആക്സസ് ചെയ്യുന്നത്. ഈ രജിസ്റ്റേഴ്സിൽ കഴിഞ്ഞിട്ടാണ് ക്യാഷിലോട്ട് വരുള്ളൂ. ഇനി ക്യാഷിലോ ഇല്ലെങ്കിലാണ് അടുത്തത് മെയിൻ മെമ്മറിയിലോട്ട്, പിന്നെ മെയിൻ മെമ്മറിയിലും ഇല്ലെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഡിസ്കിലോട്ട്, പിന്നെയാണ് മാഗ്നറ്റിക് ടേപ്പ്. അപ്പോൾ അതായത് ഇങ്ങനെയാണ് അതിൻ്റെ ആക്സസ് ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നത് ആരെയാണ്, രജിസ്റ്റേഴ്സിനെ, ദെൻ ക്യാഷ്, ദെൻ മെയിൻ മെമ്മറി, ദെൻ മാഗ്നറ്റിക് ഡിസ്ക് ആൻഡ് ദെൻ മാഗ്നറ്റിക് ടേപ്പ്. പിന്നെ അടുത്തത് വരുന്നത് സ്പീഡാണ്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ നോക്കുക, അതിൽ മോർ സ്പീഡ്, ലെസ് സ്പീഡ്. അപ്പോൾ നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്തോറും അതിൻ്റെ സ്പീഡ് കൂടി വരികയാണ്, അല്ലേ. മാഗ്നറ്റിക് ടേപ്പിന് ലെസ് സ്പീഡാണ്, അതിനേക്കാളും കുറച്ചും കൂടി സ്പീഡ് കൂടുതൽ മാഗ്നറ്റിക് ഡിസ്കിനാണ്. ദെൻ മെയിൻ മെമ്മറി, ദെൻ ക്യാഷ്, ദെൻ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് ആരാണ്, രജിസ്റ്റേഴ്സാണ്. പിന്നെ കോസ്റ്റ് പെർ ബിറ്റ്, ഇതിന് വരുന്ന സ്റ്റോറേജിന് വരുന്ന കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് കൂടുന്നത് ആർക്കാണ്, രജിസ്റ്റേഴ്സിന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് രജിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെയാണ് ക്യാഷ് വരുന്നത്, ദെൻ മെയിൻ മെമ്മറി. അതായത് രജിസ്റ്റേഴ്സിനെയാണ് അതായത് കോസ്റ്റ് പെർ ബിറ്റാണ് പറയുന്നത് ഇതിൽ. അതുകൊണ്ട് തന്നെ രജിസ്റ്ററൊക്കെ വളരെ സ്മാളറാണ്, മനസ്സിലാക്കുക. ദെൻ ക്യാഷ്, ദെൻ മെയിൻ മെമ്മറി. ഏറ്റവും ചീപ്പായിട്ടുള്ളത് ഏതാണ് ഇതിൽ, കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ടുള്ള ആരാണ്, മാഗ്നറ്റിക് ടേപ്പ്. പിന്നെ അടുത്തത് സ്റ്റോറേജ് കപ്പാസിറ്റി എന്താണ്, ഇവിടെ രജിസ്റ്ററിലോട്ട് വരുമ്പോൾ വളരെ കുറച്ച് ചെറിയ സ്റ്റോറേജ് ഏരിയയാണത്. അതിനേക്കാളും കുറച്ചും കൂടെ കൂടും ക്യാഷ്. ദെൻ അതിനേക്കാളും കുറച്ചും കൂടെ ലാർജാണ് മെയിൻ മെമ്മറി. പിന്നെ നമുക്ക് മാഗ്നറ്റിക് ഡിസ്ക്കാണ്. മാഗ്നറ്റിക് ടൈപ്പൊക്കെ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാലൊക്കെ ഇൻഫൈനൈറ്റ് ആട്ടോ. അതങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ ടേപ്പിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ എത്ര വേണമെങ്കിലും കൂട്ടാം, അതിലേക്ക് അഡീഷണലായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള ആർക്കാണ്, മാഗ്നറ്റിക് ടേപ്പിന്. ഏറ്റവും കുറവ് ആർക്കാണ്, ഇതിലാണ് സ്റ്റോറേജ് രജിസ്റ്റർ. ഇനി ആക്സസ് ടൈം, ഇതിലെ കണ്ടൻറ്റ് ആക്സസ് ചെയ്യാൻ, നമ്മുടെ പ്രൊസസ്സറിനെ ആക്സസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് ആക്സസ് ടൈം, അതായത് ഈ രജിസ്റ്റേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് പ്രൊസസ്സറിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അത്രയും അടുത്തായിരിക്കും, പ്രൊസസ്സറിൻ്റെ തന്നെ തൊട്ടടുത്തായിരിക്കും ഈ രജിസ്റ്റേഴ്സൊക്കെ. ഈ രജിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഫാസ്റ്റ് ആക്സസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന ഏരിയേൻ്റെ അടുത്ത് തന്നെ, ആ ഏരിയയിൽ തന്നെ ആയിരിക്കും ഈ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
പിന്നെ വരുന്നത് കുറച്ചും കൂടെ പിന്നെ രജിസ്റ്റേഴ്സിനേക്കാളും കുറച്ച് കുറവ് ആക്സസ്, കുറച്ചും കൂടെ എന്താണ് കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുക്കുന്നത് ക്യാഷിനാണ്. ആക്സസ് ടൈം കൂടുതൽ എടുക്കുന്നത് ക്യാഷ്. ഇത് കുറച്ചും കൂടെ ആക്സസ് ടൈം എടുക്കുന്നത് മെയിൻ മെമ്മറിക്ക്, അതിനേക്കാൾ ആക്സസ് ടൈം എടുക്കുന്നത് മാഗ്നറ്റിക് ഡിസ്ക്. ഇത് ഏറ്റവും കൂടുതൽ ആക്സസ് ടൈം എടുക്കുന്നത് മാഗ്നറ്റിക് ടൈപ്പ്. ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഹയറാർക്കി വരുന്നത്. നമുക്ക് ഓരോന്നിനെ പറ്റിയിട്ട് ഓരോന്നായിട്ട് പഠിക്കാം. അതെന്താണ് നമ്മളിപ്പോൾ അതെന്താണ് രജിസ്റ്റേഴ്സ് എന്ന് പഠിക്കാം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. നമുക്ക് എല്ലാത്തിൻ്റെയും മെമ്മറിനൊക്കെ പഠിക്കുന്നതിന് മുന്നേ അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ ഒന്ന് നോക്കുക. മെമ്മറി ആർക്കിടെക്ചർ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഫങ്ഷണൽ ആർക്കിടെക്ചറൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഓരോ സബ്സിസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ ഓരോന്ന് എങ്ങനെയൊക്കെയാണ് വരിക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റും, ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്തിനാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷനായിട്ട്, അതായത് മെമ്മറിയിൽ നിന്ന് ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷനായിട്ട് എടുത്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസൈഡ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അതിനൊന്ന് കൺട്രോൾ ചെയ്യുക, കൺട്രോൾ സിഗ്നൽസ് ഒക്കെ ഒന്ന് പുറപ്പെടുവിക്കുക എന്നുള്ളതൊക്കെയാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ രജിസ്റ്റേഴ്സ് ഇതിൽ വരുന്നുണ്ട്. രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് വരുന്നത് ഇവിടെ നോക്കുക. പ്രോഗ്രാം കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്. ഈ പ്രോഗ്രാം കൺട്രോൾ രജിസ്റ്റർ എന്തിനാണ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ആക്ച്വലി ഇതെന്തിനു വേണ്ടിയിട്ടാണ്, അതായത് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം കൺട്രോൾ രജിസ്റ്റർ. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷൻ ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് ഉണ്ടായിരിക്കുക. അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തതിന് ശേഷം ഏതിലുണ്ടായിരിക്കുക, നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് ഉണ്ടായിരിക്കുക. ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ ഇൻസ്ട്രക്ഷനാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ഡീകോഡർ ഉപയോഗിച്ചിട്ട് ഡീകോഡ് ചെയ്യുന്നതൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻസ്ട്രക്ഷൻ അപ്പോൾ നിങ്ങളത് നോക്കുക, കൺട്രോൾ യൂണിറ്റിൻ്റെ ആ സെക്ഷൻ നോക്കുക. ഇതിന് മുന്നെടുത്ത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മുന്നെടുത്തത് നോക്കുക. ഇനി അടുത്തൊരു മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, നമുക്ക് മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലോ മെമ്മറിയിൽ അതിൻ്റെ അഡ്രസ്സ് അറിയണ്ടേ. അപ്പോൾ ഏത് അഡ്രസ്സിലെ ഡാറ്റയാണ് ഫെച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം മെമ്മറിയിലേക്ക്. അതായത് നമുക്ക് ഡാറ്റ അതിലോട്ട് റൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിലോട്ട് റീഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് അറിയണ്ടേ. ആ അഡ്രസ്സ് ഉണ്ടായിരിക്കും ഈ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. ദെൻ മെമ്മറി ബഫർ രജിസ്റ്റർ. മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെമ്മറി ഡാറ്റ രജിസ്റ്ററിനെയാണ്. അപ്പോൾ മെമ്മറി ഡാറ്റ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച മെമ്മറി ഡാറ്റ രജിസ്റ്ററിൻ്റെ വേറൊരു പേരാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. അതായത് ഇപ്പോൾ മെമ്മറിയിലേക്ക് ഡാറ്റ നമ്മൾ അങ്ങോട്ട് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡാറ്റ വേണം. ആ ഡാറ്റ ഇതിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതൊന്നും എടുത്തിട്ടാണ് പിന്നെ മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുപോയിട്ട് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ മെമ്മറിയിൽ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലുണ്ടായിരിക്കും, ഡാറ്റ ഇതിലുണ്ടായിരിക്കും. ഇത് രണ്ടും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ മെമ്മറിയിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റർ. അതെന്തിനു വേണ്ടിയിട്ടാണ്, IO ഡിവൈസസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റർ. ദെൻ ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ. ജനറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളൊരു ജനറൽ പർപ്പസ് രജിസ്റ്ററാണ് ഇത്. അപ്പോൾ ഈ രജിസ്റ്റേഴ്സ് എല്ലാം ഈ കണ്ടിട്ടുള്ള രജിസ്റ്റേഴ്സ് എല്ലാം എന്താണ്, നമ്മുടെ കൺട്രോൾ യൂണിറ്റിന് ലോക്കലായിട്ടുള്ള രജിസ്റ്റേഴ്സാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഇതിപ്പോൾ എന്താണ്, ജസ്റ്റ് സ്മാളർ സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് അല്ലേ, സ്റ്റോറേജ് ഏരിയാസ് ആണ് അതൊക്കെ. ഇപ്പോൾ കൺട്രോൾ യൂണിറ്റിൻ്റെ പർപ്പസിന് വേണ്ടി എക്സിക്യൂഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്മാളർ സ്റ്റോറേജ് ഏരിയാസ് ആണ് ഇവിടെ ഉള്ള ഈ രജിസ്റ്റേഴ്സ്. അതാർക്കാണ്, നമ്മുടെ കൺട്രോൾ യൂണിറ്റിന് ലോക്കലായിട്ടുള്ള രജിസ്റ്റേഴ്സാണ്. അതേപോലെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്. ഈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഇതിന് വേണ്ടിയിട്ടായിരുന്നു, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അതിന് ലോക്കലായിട്ടുള്ള കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്.
അതാണ് ഫസ്റ്റ് വണ്ണാണ്. അതിൽ അക്യുമുലേറ്റർ എന്ന് പറയും. അക്യുമുലേറ്റർ അതായത് ഇപ്പോൾ ഡാറ്റ അഡീഷൻ ആണെങ്കിലോ സബ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിലോ എന്തോ ആണെങ്കിലും എന്ത് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ അക്യുമുലേറ്റർ രജിസ്റ്റർ യൂസ് ചെയ്യും. അതുപോലെ കുറേ ജനറൽ പർപ്പസ് രജിസ്റ്ററുകളുണ്ട്. ഓക്കെ, അതൊക്കെ ഓരോന്നിനും ഓരോ പ്രോസസ്സറിനനുസരിച്ച് അതിന് ഓരോ പേരൊക്കെ ഉണ്ട്. ABCD അക്യുമുലേറ്ററിനും BC എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രജിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ജനറൽ പർപ്പസ് രജിസ്റ്ററുകളും ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുക, കൺട്രോൾ യൂണിറ്റ് കണ്ടോ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിനോട് എന്തുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് നമ്മുടെ പ്രോസസ്സറിനോട് അടുത്ത് കിടക്കുന്ന ഈ രജിസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കിടക്കുന്ന മെമ്മറി ആരാണ്? ക്യാഷ് മെമ്മറിയാണ്. ഇവിടെ നോക്കുക, ക്യാഷ്. ഈ ക്യാഷിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാം, പക്ഷേ അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ ആർക്കിടെക്ചർ ഒന്ന് മനസ്സിലാക്കുക. ക്യാഷ് മെമ്മറിയാണ്. അപ്പോൾ ഈ രജിസ്റ്റേഴ്സിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആക്സസിങ് ആരെയാണ്? ക്യാഷ് മെമ്മറിയാണ്. അത് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മെമ്മറി, അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്സസിന് വേണ്ടിയിട്ട് ഡാറ്റ എടുത്തിട്ട് ക്യാഷിൽ വയ്ക്കണം. അപ്പോൾ ഈ ക്യാഷിൽ ഇല്ലെങ്കിലാണ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, മെയിൻ മെമ്മറിയിലേക്ക് നോക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്സസ് ആണ് ഈ ക്യാഷിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി ഉള്ളത്. പിന്നെ ക്യാഷ് മെമ്മറിയിലും ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ മെയിൻ മെമ്മറിയിലോട്ട് പോകും. അപ്പോൾ ഈ മെയിൻ മെമ്മറിയിൽ നോക്കുക. പിന്നെ ഇവിടെ കണ്ടോ റോം, PROM, ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. ഇതൊക്കെ റീഡ് ഓൺലി മെമ്മറീസ് ആണ്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നിങ്ങളുടെ അതിൻ്റെ മെമ്മറി യൂണിറ്റിൻ്റെ ആർക്കിടെക്ചർ വരുന്നത്. മെമ്മറി യൂണിറ്റ് അല്ല, ബേസിക് പ്രോസസ്സർ ആൻഡ് മെമ്മറി ആർക്കിടെക്ചർ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്യുക, ഈ ഒരു ഡയഗ്രാം. ഇനി നമുക്ക് അടുത്തത് എന്താണ്, രജിസ്റ്റേഴ്സ് എന്നതിലേക്ക്. അപ്പോൾ എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? സ്പെഷ്യൽ മെമ്മറി യൂണിറ്റ്സ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്പെഷ്യൽ മെമ്മറി യൂണിറ്റ്സ് ആണ് എന്ത്, രജിസ്റ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടെമ്പററി ബേസിസിൽ ഡാറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് CPU, നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, നമ്മുടെ ഇൻസ്ട്രക്ഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴോ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ട് ഡാറ്റേനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ മെമ്മറി യൂണിറ്റ്സ് ആണ് എന്ത് പറഞ്ഞാൽ, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. രജിസ്റ്റേഴ്സ് ആർ പാർട്ട് ഓഫ് ദ CPU, നോട്ട് മെയിൻ മെമ്മറി. എന്താണ്, മെയിൻ മെമ്മറിൻ്റെ പാർട്ടല്ല രജിസ്റ്റേഴ്സ്, CPUവിൻ്റെ പാർട്ടാണ് എന്ത്, രജിസ്റ്റേഴ്സ്. നമ്മളിപ്പോൾ പഠിച്ചതാണ് കൺട്രോൾ യൂണിറ്റിൽ, നമ്മുടെ CPUവിൻ്റെ ഉള്ളിൽ വരുന്ന കൺട്രോൾ യൂണിറ്റിന് ലോക്കലായിട്ട് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിന് ലോക്കലായിട്ടുള്ള കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതെല്ലാം എന്തിൽ വരുന്നതാണ്? CPUവിൽ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. The length of a register is sometimes called its word size equal the number of bits it can store. അതായത് നമ്മുടെ രജിസ്റ്ററിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ എത്ര ബിറ്റ്സ് സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ലെങ്ത്ത്, അല്ലേ? അല്ലെങ്കിൽ വേർഡ് സൈസ് എന്നൊക്കെ പറയും അതിന്. പിന്നെ എന്താ പറയുന്നത്, അതായത് 16 ബിറ്റ് രജിസ്റ്റേഴ്സിനേക്കാളും കൂടുതലായിട്ട് 32 ബിറ്റ് രജിസ്റ്റേഴ്സിന്, അതിപ്പോൾ നമുക്ക് നല്ലോ 16 ബിറ്റ് രജിസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ ഡാറ്റ ആർക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയും? 32 ബിറ്റ് രജിസ്റ്റേഴ്സിന് കഴിയും. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ അതിൻ്റെ ഫങ്ഷൻസ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെയാണ്. അപ്പോൾ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, എന്തിനു വേണ്ടിയിട്ടാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്? ഹോൾഡ്സ് അഡ്രസ് ഓഫ് ദ ആക്റ്റീവ് മെമ്മറി ലൊക്കേഷൻ. നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യണമെങ്കിലോ റീഡ് ചെയ്യണമെങ്കിലോ അതിൻ്റെ അഡ്രസ്സ് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഏതിലുണ്ടായിരിക്കാം? മെമ്മറി അഡ്രസ് രജിസ്റ്ററിലായിരിക്കും ഉണ്ടാവുക. ദെൻ മെമ്മറി ബഫർ രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ഡാറ്റ രജിസ്റ്റർ, നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഈ രജിസ്റ്ററിലാണ്. ദെൻ പ്രോഗ്രാം കൺട്രോൾ, ഇതെന്തിനാണ്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ, അതായത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് ഏതിലാണ്? ഈ പ്രോഗ്രാം കൺട്രോൾ അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ അടുത്ത് വരുന്ന അക്യുമുലേറ്റർ. ഇത് ഏതിൽ വരുന്നത്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൽ വരുന്നതാണ് അക്യുമുലേറ്റർ. അതായത് ചിലപ്പോൾ അത് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ്. നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനൊക്കെ
ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പറൻഡോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന റിസൾട്ടോ അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ടോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യും? അക്യുമുലേറ്റർ യൂസ് ചെയ്യും. പിന്നെ ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് നമ്മുടെ IoT ഡിവൈസസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. അതിനാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റർ. ഇത്രയാണ് നമ്മൾ രജിസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ളത്. ഇതെല്ലാവരും ശ്രദ്ധിക്കാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കുക എന്താണ് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്നൊക്കെ. ഇവിടെ നോക്കുക, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദി CPU വയ എ മെമ്മറി ബസ്. നമ്മുടെ ഈ മെയിൻ മെമ്മറി CPU-നോട്ട് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ബസ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ബസ് എന്നൊക്കെ പറഞ്ഞത്. കംപ്രൈസസ് ഓഫ് 2 ബസ്സസ്. 2 തരത്തിലുള്ള ബസ്സുണ്ട്. ഒരു അഡ്രസ് ബസ്സും ഉണ്ട്, ഡാറ്റ ബസ്സും ഉണ്ട്. അതായത് ആ കണക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സർക്യൂട്ടാണ് എന്ത് പറയുന്നത്? നമ്മളെ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രസ് ബസ്സും ഉണ്ട്, ഡാറ്റ ബസ്സും ഉണ്ട്. അതുവഴിയാണ് ഈ അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും വഴിയാണ് നമ്മുടെ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് പ്രോസസ്സർ എങ്ങനെയാണ് നമ്മുടെ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യുന്നതോ റീഡ് ചെയ്യുന്നതോ? ആദ്യം നമ്മുടെ അഡ്രസ് ബസ് വഴി എന്ത് സെൻഡ് ചെയ്യും? നമ്മുടെ മെമ്മറി അഡ്രസ്സ് സെൻഡ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പോൾ പിന്നീട് ഡാറ്റ ബസ് വഴിയായിരിക്കും അതിൻ്റെ ഡാറ്റ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് മെയിൻ മെമ്മറി 2 വിധത്തിലുണ്ട്. റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്, റീഡ് ഓൺലി മെമ്മറി ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ നോക്കുക, ആദ്യം മദർ ബോർഡ് ഉണ്ട്. ഈ മദർ ബോർഡ് എന്തിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഓരോ യൂണിറ്റ്സ് ഒക്കെ ആയിട്ട് തമ്മിൽ പ്ലേസ് ചെയ്യാനും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും അതൊക്കെ കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ ഇത് കണ്ടോ, ഇതാണ് ബസ് എന്ന് പറയുന്നത്. ഓരോ യൂണിറ്റ്സിനും തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് എന്ത് പറയുന്നത്? ബസ്. അപ്പോൾ ഇതിൽ ഡാറ്റ ബസ് ഉണ്ട്. ഡാറ്റ ബസ് കണ്ടു, അഡ്രസ് ബസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് കണ്ടോ, ഇതിനെയാണ് റാം എന്ന് പറയുന്നത്. റാം. അപ്പോൾ നമ്മുടെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? റാമും റോമും കൂടെ ചേർന്നതാണ് നമ്മുടെ മെയിൻ മെമ്മറി. ഇത് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ഈ മെയിൻ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ആൻ അഡ്രസ് ബസ്. ദെൻ എന്താണ്? ഒരു ഡാറ്റ ബസ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രൊസസ്സർക്ക് ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ അഡ്രസ് ബസ്സിലൂടെ അതിൻ്റെ അഡ്രസ്സ് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് ഡാറ്റ എങ്ങനെ ഫെച്ച് ചെയ്യുന്നു? ഡാറ്റ ബസ്സിലൂടെ വരുന്ന ഡാറ്റ ഫെച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ CPU-യിൽ ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ് അവിടെ ഉള്ളത് നമ്മുടെ കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ രജിസ്റ്റേഴ്സ് എവിടെയൊക്കെയാണ്? അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ. ദെൻ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. പെർമനൻറ്റ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ആദ്യം ഒരു പ്രോഗ്രാമൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യുമ്പോൾ അത് എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക? ഈ ഹാർഡ് ഡിസ്കിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ എക്സിക്യൂഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് നേരെ റാമിലേക്ക് ലോഡാവും അല്ലേ? അങ്ങനെ റാമിലേക്ക് ലോഡായതിനു ശേഷം പിന്നീടാണ് ഇത് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഐഡിയ, നിങ്ങൾ ആ ഐഡിയ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഈ റാമിനെ പറ്റിയിട്ടും റോമിനെ പറ്റിയിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണൊരു റാം മെമ്മറി ചിപ്പ്. അത് എങ്ങനെയാണ്? ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് വെച്ചുണ്ടാക്കുന്നതാണ് ഒരു റാം. ഇതിനെ IC, ഇറ്റ്സ് ആൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പോൾ എന്തിനു വേണ്ടി ഇതൊക്കെ ഓരോ സെൻറ്റൻസ് ബൈസ്. ടെമ്പറലി സ്റ്റോർസ് കോപ്പി ഓഫ് ഇൻഫർമേഷൻ ലോഡഡ് ഫ്രം എ കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവ് ദാറ്റ് ആർ റിക്വയർഡ് ബൈ എ പ്രൊസസ്സർ. അപ്പോൾ എന്താണ്? നമ്മൾ താൽക്കാലികമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഹാർഡ് ഡ്രൈവിലാണ്.
അപ്പോൾ ഈ ഹാർഡ് ഡ്രൈവിൽ നിന്ന് ഡാറ്റ എക്സിക്യൂഷന് വേണ്ടിയിട്ട് എവിടേക്ക് ലോഡാവുന്നു, നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡാവുന്നു. അപ്പോൾ അങ്ങനെ ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, നമ്മളെ റാൻഡം ആക്സസ് മെമ്മറി. എന്തിനാണ് അത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്? അതായത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. ഹൈ സ്പീഡ്, നമ്മുടെ പ്രോസസ്സർ ഭയങ്കര ഹൈ സ്പീഡായിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഡാറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മളൊരു മെമ്മറിയിലേക്ക് കുറച്ച് ഒരു ഹൈ സ്പീഡ് മെമ്മറിയിലോട്ട് നമ്മൾ നമ്മുടെ ഡാറ്റനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. താൽക്കാലിക ഒരു കോപ്പി എടുത്തിട്ട് വെക്കുന്നു. അങ്ങനത്തെ ആ മെമ്മറീനെ പറയുന്നതാണ് റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ. ഇറ്റ് ഈസ് എ വോളറ്റൈൽ ഇൻ നാച്ചർ. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിലോട്ടുള്ള കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഡാറ്റ ഒക്കെ പോയി പോകും. പിന്നെ രണ്ടാമതും നമ്മൾ പിന്നെന്താണ്, കറണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും, അതായത് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡിവൈസൊക്കെ ഓഫായി കഴിഞ്ഞാൽ റാമിൽ ഡാറ്റയും പോയി പോകും. പിന്നെ രണ്ടാമത് നമ്മൾ ഓണാക്കുന്ന സമയത്ത് വീണ്ടും അത് ഡിസ്കിൽ നിന്ന് വീണ്ടും ലോഡായിട്ട് വേണം, അല്ലേ? അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതിനെ വോളറ്റൈൽ എന്ന് പറയുന്നത്. RAM stores data randomly and the processor access this data randomly from the RAM storage. എന്താണ്? അതായത് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് റാൻഡംലി ആണ്, ആൻഡ് പ്രോസസ്സർ ഡാറ്റ ആക്സസ് ചെയ്യുന്നതും റാൻഡംലി ആണ്. അതായത് ഡാറ്റ റാൻഡംലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു പ്രാവശ്യം നമ്മൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് ഡാറ്റ റാമിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു ഒരു ലൊക്കേഷനിൽ. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ആ ലൊക്കേഷനിലായിരിക്കില്ല, വേറെ ഏതെങ്കിലും ലൊക്കേഷനിലായിരിക്കും ആ സെയിം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഈ സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റയ്ക്ക് കിട്ടുന്ന ലൊക്കേഷൻ, അതൊരു സെയിം ഡാറ്റ. ഇപ്പോൾ നിങ്ങൾ എഴുതിയൊരു പ്രോഗ്രാം, സപ്പോസ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാം, അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് അത് എന്ത് ചെയ്യണം? റാമിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ റാമിലോട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ആദ്യത്തെ ലൊക്കേഷൻ, ആദ്യം സ്റ്റോർ ചെയ്തപ്പോൾ ഒരു ലൊക്കേഷനിൽ അത് സ്റ്റോറായി റാമിൽ. അടുത്ത പ്രാവശ്യം നിങ്ങൾ റൺ ചെയ്യുമ്പോൾ ആ ലൊക്കേഷനിലായിരിക്കില്ല, വേറെ ഏതെങ്കിലും ലൊക്കേഷനിലായിരിക്കും ആ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, റാമിൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റാൻഡം സ്റ്റോറേജ് ആണ്. അതേപോലെ തന്നെ പ്രോസസ്സർ ആക്സസ് ചെയ്യുന്നത് ദിസ് ഡാറ്റ റാൻഡംലി ആണ്. ഓക്കെ. അപ്പം തന്നെ റാം തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഡൈനാമിക് റാമുണ്ട്, സ്റ്റാറ്റിക് റാമുണ്ട്. ഈ ഡൈനാമിക് റാം എന്ന് പറയുമ്പോൾ ഈ ഫോം ഓഫ് വോളറ്റൈൽ മെമ്മറി വിച്ച് ആൾസോ റിക്വയർസ് ദ സ്റ്റോർഡ് ഇൻഫർമേഷൻ ടു ബി പീരിയോഡിക്കലി റീഡ് ആൻഡ് റീറിട്ടൺ ഓർ റീഫ്രഷ്ഡ്, അതർവൈസ് ഇറ്റ് വുഡ് വാനിഷ്. അതായത് ഡൈനാമിക് റാം എന്ന് പറഞ്ഞാൽ അത് പീരിയോഡിക്കായിട്ട് അതിലെ ഡാറ്റ ഇങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിലെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകും. അത്തരത്തിലുള്ള റാമിനെയാണ് ഡൈനാമിക് റാം എന്ന് പറയുന്നത്. ദെൻ സ്റ്റാറ്റിക് റാം ഉണ്ട്, അത് എന്താണ്, ഡി റാമിനെ പോലെ തന്നെ ആണ് വോളറ്റൈൽ, പക്ഷേ അതിനെ റീഫ്രഷ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടില്ല. അതാണ് ഇങ്ങനെ പീരിയോഡിക്കലായിട്ട് റീഫ്രഷ് ചെയ്യേണ്ടത് ആവശ്യമില്ലേ ഈ സ്റ്റാറ്റിക് റാമിന്. ഡി റാമിന് എന്താണ്, ഒരു പീരിയോഡിക്കലായിട്ട് അതങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ പോയി പോകും. അതിൻ്റെ സ്റ്റാറ്റിക് റാമിന് അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ ആ ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ ഡൈനാമിക് റാം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടിക്കും ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടാണ് ഇതിങ്ങനെ റീഫ്രഷ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ. പിന്നെ സ്റ്റാറ്റിക് റാമിന് അതിൻ്റെ ആ ഒരു റീഫ്രഷ് ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള. അപ്പോൾ ഇതാണ് ഡൈനാമിക് റാം. ഇവിടെ നോക്കാം. അപ്പോൾ ഇതെന്താണ്? എ ടൈപ്പ് ഓഫ് റാം ദാറ്റ് സ്റ്റോർസ് ഈച്ച് ബിറ്റ് ഓഫ് ഡാറ്റ ഇൻ എ സെപ്പറേറ്റ് കപ്പാസിറ്റർ വിത്തിൻ ആൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അതായത് ഇതാ പറഞ്ഞത്, ഡൈനാമിക് റാം എന്താ ചെയ്യുന്നത്, ഓരോ ബിറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഓരോ കപ്പാസിറ്ററിലാണ്. അപ്പോൾ അതൊരു ഇലക്ട്രിക്കൽ ചാർജ് ആയിട്ടാണ് നമ്മുടെ കപ്പാസിറ്ററിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, ഓരോ ബിറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് പീരിയോഡിക്കലി റീഫ്രഷ് ചെയ്തുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ആ ചാർജ് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഡാറ്റ പോയി പോകും അത് റീഫ്രഷ് ചെയ്തില്ലെങ്കിൽ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഒരു കപ്പാസിറ്ററിൽ ഇലക്ട്രിക് ചാർജസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സിംപ്ലിസിറ്റി തന്നെയാണ്. അതായത് നമ്മുടെ ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ആവശ്യമുള്ള എന്ത്, ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാൻ. ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ആണ് ഒരു ബിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്.
പക്ഷേ നമ്മളെ സ്റ്റാറ്റിക് റാമിലാകുമ്പോൾ 4 ട്രാൻസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡെൻസിറ്റിയിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഏതിലാണ്? നമ്മുടെ ഡൈനാമിക് റാമിൽ. റാൻഡം ആക്സസ് എസ് റാമിനെ പറ്റിയിട്ട്. ഈ എസ് റാമിൽ നമ്മൾ പറഞ്ഞു 4 ട്രാൻസിസ്റ്റേഴ്സാണ് ഒരു 1 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വോൾട്ടേജ് ആയിട്ടാണ് ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഒരു റീഫ്രഷിൻ്റെ ആവശ്യം വരുന്നില്ല. ഇറ്റ് യൂസസ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ടു സ്റ്റോർ ബൈനറി ഇൻഫോർമേഷൻ. അതുകൊണ്ട് തന്നെ അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റാറ്റിക് റാം യൂസ് ചെയ്യുന്നത്. പിന്നെ അതെന്താണ്? ഈസിയർ ടു യൂസ് ആണ്, ഷോർട്ട് റീഡ് റൈറ്റ് സൈക്കിൾസ് ആണ് ഉള്ളത്. ഡി റാമിനെ അപേക്ഷിച്ചിട്ട് ഷോർട്ട് റീഡ് റൈറ്റ് സൈക്കിൾസ് ആണ് ഉള്ളത്. ഇത്രയൊക്കെയാണ് നമ്മുടെ സ്റ്റാറ്റിക് റാം. നമ്മൾ മെമ്മറി 2 വിധത്തിൽ എസ് റാമും ഡി റാമും ഒക്കെ പഠിച്ചു. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഓർഗനൈസേഷൻ ഒന്ന് നോക്കുക. അതായത് നമ്മുടെ മെമ്മറി നോക്കുക, ഇതിന് പറയുന്നതാണ് ഒരു വേർഡ്. ഇതൊരു വേർഡാണ്, ഇതൊരു വേർഡാണ്. അതായത് n വേർഡ്സ് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ ഓരോ വേർഡ് എന്ന് പറയുന്നത് കുറേ ബിറ്റുകൾ ചേർന്നതായിരിക്കും. എന്താണ് കണ്ടോ, ബിറ്റ് 1 ബിറ്റ് 2 എത്രയാണോ ഒരു വേർഡിൻ്റെ ആ ബിറ്റിൻ്റെ എണ്ണാണ് അതിൻ്റെ വേർഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഓരോ വേർഡും നമ്മൾ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനോരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് മെമ്മറി അഡ്രസ്സ്. ടോട്ടൽ n വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 0 to n-1 അഡ്രസ്സസും ഉണ്ടായിരിക്കും അല്ലേ. ഫിക്സഡ് വേർഡ് ലെങ്ത് മെമ്മറി ഉണ്ട്. ഇപ്പോൾ ഫിക്സഡ് വേർഡ് ലെങ്ത് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വേർഡിൻ്റെ സൈസ് ഫിക്സഡ്. ഇപ്പോൾ നോക്കാം, നമ്മളിപ്പോൾ ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടോ, 2 സെല്ല് ഇവിടെ എന്താണ് ബ്ലാങ്കായിട്ട് കിടക്കുകയാണ്, അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അതായത് ഡെല്ലി. അപ്പോൾ അത് അൺയൂസ്ഡ് ആയിട്ടുള്ള വേസ്റ്റേജ് വരും. ഇങ്ങനെ ഒരു ഫിക്സഡ് വേർഡ് ലെങ്ത് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡ്രോബാക്ക് എന്താണ്? ഇവിടെ മെമ്മറി വേസ്റ്റേജ് വരുമെന്നുള്ളതാണ്. പിന്നെ വാരിയബിൾ വേർഡ് ലെങ്ത് മെമ്മറി. വാരിയബിൾ വേർഡ് ലെങ്ത് മെമ്മറിയിൽ നോക്കുക, എന്താണ് ഒരു വേർഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സിംഗിൾ ക്യാരക്ടറാണ്. നോക്കുക, ബോംബെ, ഡൽഹി കണ്ടു. അപ്പോൾ ഇതാണ്. പക്ഷേ അതെന്താണ്, ഇവിടെ ബോംബെ കഴിഞ്ഞ പിന്നെ അടുത്ത മെമ്മറിയിൽ നമുക്ക് ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഒരു വേസ്റ്റേജ് വരില്ല. ഓക്കെ, അതാണ് വാരിയബിൾ വേർഡ് ലെങ്ത് മെമ്മറി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ് കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും ഇതിൻ്റെ കേസിൽ. ഈ വാരിയബിൾ വേർഡ് ലെങ്ത് മെമ്മറിൻ്റെ കേസിൽ അഡ്രസ് കാൽക്കുലേഷൻ, ഡാറ്റേൻ്റെ അഡ്രസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ ബോംബെ ഇതെവിടെ എൻഡ് ചെയ്യുന്നത്? ഡാറ്റ അത് കഴിഞ്ഞ് അടുത്ത പിന്നെ ഡാറ്റയുടെ അഡ്രസ്സൊക്കെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ലേശം കോംപ്ലക്സ് ആണ്. പക്ഷെ എന്താണ്, ഡാറ്റ വേസ്റ്റേജ് മെമ്മറി വേസ്റ്റേജ് കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയി പറയുന്നത്. നമ്മൾ സ്റ്റോറേജ് സ്പേസ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട കേസിലൊക്കെ ആണ് നമ്മൾ വാരിയബിൾ വേർഡ് ലെങ്ത് മെമ്മറി യൂസ് ചെയ്യുള്ളൂ. പക്ഷേ കുറച്ചും കൂടെ സിംപ്ലിസിറ്റി, നമുക്ക് കുറച്ചും കൂടെ അഡ്രസ് കാൽക്കുലേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറച്ചും കൂടെ സിമ്പിളായിട്ട് വരുന്നത് ഫിക്സ്ഡ് വേർഡ് ലെങ്ത് മെമ്മറി. അതുകൊണ്ട് ഇത് തന്നെയാണ് കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫിക്സ്ഡ് വേർഡ് ലെങ്ത് മെമ്മറിയാണ്. നമ്മൾ മെമ്മറിനെ പറ്റിയിട്ടാണ് പഠിച്ചിരുന്നത്. സെക്കൻഡറി മെമ്മറിനെ പറ്റിയിട്ട് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ റാം തന്നെ 2 വിധത്തിലുണ്ട്, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. അത് നമ്മൾ പഠിച്ചു. അതായത് മെയിൻ മെമ്മറി 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റാമെന്നും റോമെന്നും. അതിൽ റാമിൽ നമ്മൾ എന്ത് പഠിച്ചു? സ്റ്റാറ്റിക് റാമും എന്താണെന്നും ഡൈനാമിക് റാം എന്താണെന്നും പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോമിനെ കുറിച്ചാണ്. റോം തന്നെ പി റോം, ഇ പി റോം എന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പി റോമും ഇ പി റോമുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ റോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? റീഡ് ഓൺലി മെമ്മറി. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. എങ്ങനെയാണ്? നമുക്കതൊന്ന് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ കോണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്കത് സാധാരണ
കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്താൽ പോലും നഷ്ടപ്പെടില്ല അതിൻ്റെ കോണ്ടൻസ് ഒന്നും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെമ്മറിയാണ് റോം. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു റോം യൂസ് ചെയ്യുന്നത്? അപ്പോൾ അത് യൂസ് ചെയ്യുന്നതിനാണ് മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്, അതായത് മാനുഫാക്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് ഒരുപാട് കാര്യങ്ങളുണ്ട്. റോമിൽ നമ്മുടെ മാനുഫാക്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒരുപാടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു റോമിലൊരു സ്പെഷ്യൽ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്നതാണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. ഈ ബൂട്ട് സ്ട്രാപ്പ് ലോഡറിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു ഇനീഷ്യൽ പ്രോഗ്രാം അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ? അതായത് നമ്മൾ ഈ ലാപ്ടോപ്പൊക്കെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. അത് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് റോമിൽ. ഇനി ബൂട്ട് സ്ട്രാപ്പ് ലോഡറിൻ്റെ ജോലിയാണ് എന്ത്? നമ്മളെ ബാക്കിയുള്ള നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നമ്മുടെ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്ത്? നമ്മുടെ ഈ ഒരു ബൂട്ട് സ്ട്രാപ്പ് ലോഡറിൻ്റെ ജോലി. നമ്മൾ ലാപ്ടോപ്പ് ഓണാക്കുമ്പോൾ തന്നെ കുറേ നേരം ഒരു വെയിറ്റിംഗ് വരുന്നില്ലേ? ആ വെയിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ബൂട്ട് സ്ട്രാപ്പ് ലോഡർ റൺ ചെയ്തിട്ട് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്ന നമ്മുടെ റാമിലോട്ട് ലോഡ് ചെയ്യുന്ന ആ ടൈമാണ് നമുക്ക് എടുക്കുന്നത്. ലോഡ് ചെയ്തിട്ട് പിന്നെ അത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വെൽക്കം നമുക്ക് പറഞ്ഞ വിൻഡോസിൻ്റെ ആ ഒരു ആംബ്ലൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരാ റൺ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അതിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ള ജോലി ആരുടെയാണ്? നമ്മുടെ റോമിലുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള ബൂട്ട് സ്ട്രാപ്പ് ലോഡറിൻ്റെയാണ്. ഇനി റോമിൻ്റെ ടൈപ്സ് ആണ് പി റോം ആൻഡ് ഇ പി റോം, ഇ റോം ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പി റോമും ഇ പി റോമും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനത് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് പി റോം എന്ന് പറഞ്ഞാൽ? അതായത് പ്രോഗ്രാമബിൾ റോം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് റോമിൽ നമുക്ക് ഒരു പ്രാവശ്യം ഇൻഫോർമേഷൻ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ ആൾട്ടർ ചെയ്യാൻ കഴിയില്ല. നമുക്കിത് ആദ്യം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതെന്തായിരിക്കും? അൺപ്രോഗ്രാംഡ് സ്റ്റേറ്റിലായിരിക്കും ഈ പി റോം ഉണ്ടായിരിക്കുക. ഇനി നമുക്കതിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? സ്പെഷ്യൽ പീസ് അതിന് ആവശ്യമാണ്. ഒരു സ്പെഷ്യൽ പീസ് ഓഫ് എക്യുപ്മെൻ്റ് ആവശ്യമാണ്. ആ എക്യുപ്മെൻ്റ് പറയുന്ന പേരാണ് എന്ത്? ഡിവൈസ് പ്രോഗ്രാമർ. ആ ഡിവൈസ് പ്രോഗ്രാമറാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ അതിലോട്ട് റൈറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? വൺ വേർഡ് അറ്റ് എ ടൈം ബൈ അപ്ലൈയിങ് അൻ ഇലക്ട്രിക്കൽ ചാർജ് ടു ദി ഇൻപുട്ട് പിൻസ് ഓഫ് ദി ചിപ്പ്. നമ്മുടെ പി റോം ചിപ്പിലേക്ക് ഒരു നമ്മുടെ ചിപ്പിൻ്റെ പിന്നിലേക്ക് ഒരു ഇലക്ട്രിക് ചാർജ് അപ്ലൈ ചെയ്തിട്ട് വൺ വേർഡ് ഒരു വേർഡ് അറ്റ് എ ടൈമാണ് നമുക്കതിലേക്ക് റൈറ്റ് ചെയ്യാൻ കഴിയുക. ഈ പി റോംസ് ആർ ഓൾസോ നോൺ ആസ് വൺ ടൈം പ്രോഗ്രാമബിൾ ഡിവൈസസ്. നമുക്ക് പി റോമിനെ എന്തായിട്ട് അറിയപ്പെടുന്നു? വൺ ടൈം പ്രോഗ്രാമബിൾ ഡിവൈസ് എന്ന് അറിയപ്പെടും. ഇനി ഇ പി റോം എന്ന് പറയുമ്പോൾ എറേസബിൾ പി റോം. അടുത്തത് നമ്മൾ എടുക്കുന്നത് ഇ പി റോമിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. എറേസബിൾ പി റോം അതായത് അതിലെ ഡാറ്റേനെ നമുക്ക് എറേസ് ചെയ്തിട്ട് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പി റോം എന്ന് പറയുന്നത് പി റോമും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്തുമാത്രമാണ്? അതിലെ ഡാറ്റ ക്യാൻ ബി എറേസ്ഡ് ആൻഡ് റീപ്രോഗ്രാംഡ് റിപ്പീറ്റഡ്ലി. നമുക്ക് റിപ്പീറ്റഡ് ആയാലും ഡാറ്റ എറേസ് ചെയ്തിട്ട് റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് ഇ പി റോമിലെ ഡാറ്റ എറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എറേസ് ചെയ്യാൻ കഴിയുക? അതിൽ ഒരു സ്ട്രോങ് സോഴ്സ് ഓഫ് അൾട്രാവയലറ്റ് ലൈറ്റ് വെച്ചിട്ടാണ് ഇതിൽ ഡാറ്റ നമുക്ക് എറേസ് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ എറേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ അൺപ്രോഗ്രാമഡ് സ്റ്റേറ്റിലേക്ക് തന്നെ വരും. അപ്പോൾ ഇത്രയാണ് ഇ പി റോമിൽ വരുന്നത്. ഇപ്പോൾ ഇതുവരെ പഠിച്ചത് നമ്മൾ രജിസ്റ്റേഴ്സിനെ പറ്റി പഠിച്ചു, പിന്നെ മെയിൻ മെമ്മറിനെ പറ്റി പഠിച്ചു അല്ലേ? മെയിൻ മെമ്മറിയിൽ നമ്മൾ എന്തൊക്കെയാണ്? അത് റാമുണ്ട്, റോമുണ്ട്. അപ്പോൾ റാം എന്താണ്, റോം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ നോക്കി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് മെമ്മറിയാണ്. അപ്പോൾ ഈ ക്യാഷ് മെമ്മറി നോക്കുന്നതിന് മുന്നേ ഒരു ഡയഗ്രം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണത് വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിൽ നിന്ന് ഇതാണ് നമ്മുടെ ക്യാഷ് വരുന്നത്. ഇത് ക്യാഷ് തന്നെ ലെവൽ 1 ക്യാഷ്, ലെവൽ 2 ക്യാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് മെമ്മറിക്ക് യൂസ് ചെയ്യുന്നത്?
അതായത് മെയിൻ മെമ്മറി നമ്മുടെ സെൻട്രൽ ഇതാണ് നമ്മുടെ CPU. ഈ CPU ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ മെമ്മറിയിൽ നിന്ന് വന്നിട്ട് ആക്സസ് ചെയ്യണം ഈ ഡാറ്റ. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് തൽക്കാലമായിട്ട് ഇരുന്ന ഡാറ്റ എടുത്തിട്ട് ഒരു ക്യാഷ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലോട്ടാണ് ആക്സസ് വരുന്നത്. ഇപ്പോൾ ഇതിലില്ല ഡാറ്റ ഇതിലില്ലെന്നുണ്ടെങ്കിലാണ് അടുത്തതിലോട്ട് നമ്മുടെ മെയിൻ മെമ്മറിയിലോട്ട് നോക്കുകയുള്ളൂ. ഇനി നോക്കുക, വേറെ ലെവൽ 1 ക്യാഷ്, ലെവൽ 2 ക്യാഷ് എന്നൊക്കെ പറയുന്നുണ്ട്. ലെവൽ 1 ക്യാഷ് എന്ന് പറയുമ്പോൾ അത് എന്താണ്, CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു സ്മാൾ മെമ്മറി ആണ്. സ്റ്റോറേജ് ഏരിയയാണ് എന്ത് പറയുന്നത്, ലെവൽ 1 ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെവൽ 1 ക്യാഷിൽ നമ്മുടെ CPU ആദ്യം നോക്കുന്നത് ഇതിലാണ്, ലെവൽ 1 ക്യാഷിലാണ്. അപ്പോൾ ഈ ക്യാഷിൽ ഡാറ്റ ഇല്ല ഉണ്ടായിരുന്നുണ്ടെങ്കിലാണ് ലെവൽ 2 ക്യാഷിലോട്ട് വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, പിന്നെ മെമ്മറിയിലോട്ട് വരുന്നു ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്യാഷിൻ്റെ. എന്താണ് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് സ്റ്റോറേജ് മെക്കാനിസം. ഇറ്റ് ക്യാൻ ബി ഐദർ എ റിസർവ്ഡ് സെക്ഷൻ ഓഫ് മെയിൻ മെമ്മറി ഓർ ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇതൊരു ഹൈ സ്പീഡ് സ്റ്റോറേജ് മെക്കാനിസം ആണ് എന്ന് പറഞ്ഞത് ക്യാഷ് മെമ്മറി. നമ്മളിപ്പോൾ നോക്കിയുള്ളൂ അല്ലേ. അപ്പോൾ ഈ ക്യാഷ് മെമ്മറിനെ നമുക്ക് രണ്ട് വിധത്തിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റോറേജ് ഡിവൈസായിട്ട് നമ്മുടെ ക്യാഷ് മെമ്മറീനെ കൊണ്ടുവരാം. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ മെയിൻ മെമ്മറിയിൽ തന്നെ ഒരു ചെറിയ പോർഷൻ നമുക്ക് ക്യാഷ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത്രയ്ക്ക് ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് ഇത്രയ്ക്ക് മെമ്മറി ക്യാഷ്, ഡിസ്ക് ക്യാഷ് എന്നും പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ക്യാഷ് മെമ്മറീൻ്റെ ടൈപ്സ് നോക്കുക. അപ്പോൾ ഇതിൽ ലെവൽ 1 ക്യാഷ് ഉണ്ട്, ലെവൽ 2 ക്യാഷ് ഉണ്ട്. ലെവൽ 1 ക്യാഷ് എന്തിനു വേണ്ടിയിട്ടാണ്, ബിൽറ്റ് ഇൻസൈഡ് ദി CPU, ഇറ്റ് വർക്ക്സ് അറ്റ് ഹാഫ് CPU ക്ലോക്ക് സ്പീഡ്. CPU ഉള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. അതായത് നമ്മുടെ CPU ക്ലോക്ക് സ്പീഡിൻ്റെ തന്നെ പകുതി സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലെവൽ 1 ക്യാഷ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ലെവൽ 2 ക്യാഷ്. ലെവൽ 2 ക്യാഷ് എന്താണ്, അതായത് CPU പുറത്ത് മദർ ബോർഡിലാണ് എവിടെ ഉള്ളത്, നമ്മുടെ ലെവൽ 2 ക്യാഷ് ഉള്ളത്. അപ്പോൾ മദർ ബോർഡിൻ്റെ ബസ് സ്പീഡിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ ലെവൽ 2 ക്യാഷ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈടായിട്ട് എങ്ങനെയാണ് ലെവൽ 1 ക്യാഷ് ആൻഡ് ലെവൽ 2 ക്യാഷ് ഒക്കെ എന്താണ്, നമ്മുടെ CPU തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു, ആക്സസ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ആൻഡ് ടു ഫർദർ ഇംപ്രൂവ് സിസ്റ്റം പെർഫോമൻസ് ഒക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാഷ് മെമ്മറിയിലും വരുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുക.